മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. അടുത്ത കാലത്ത് ദേശത്തും വിദേശത്തു നിന്നും ധാരാളം വ്യക്തികൾ കർക്കിടകത്തിലെ കറുത്ത വാവിന് സാമാന്യമായിട്ട് എളുപ്പത്തിൽ നടത്താവുന്ന പിതൃബലിയുടെ പിതൃകർമ്മത്തിന്റെ വീഡിയോ ലഭിച്ചാൽ കൊള്ളാമെന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് വളരെ ശാസ്ത്രീയമായിട്ട് അർത്ഥം പറഞ്ഞുകൊടുത്ത് പിതൃകർമ്മം നടത്തുന്നുണ്ട്. തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് 17,000-ഓളം വ്യക്തികൾ വരാറുണ്ട്. ഇത് വളരെ അർത്ഥവത്താണ്, അർത്ഥപൂർണമാണ്, അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പിതൃകർമ്മം നടത്തണം എന്ന് ധാരാളം വ്യക്തികൾക്ക് ആഗ്രഹമുണ്ട്. ലക്ഷക്കണക്കിന് ബ്രോഷറുകൾ മലയാളത്തിൽ അടിച്ചു വിതരണം ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് ഒന്നുകൂടി ഇവിടെ വിവരിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ കോപ്പി എടുത്ത് ലിങ്ക് അയച്ചു കൊടുത്ത് മഹാവിഷ്ണുവിന്റെ 11ാമത്തെ അവതാരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ വേണമെന്ന് തോന്നുന്നവര്, വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇതിന്റെ അർത്ഥവും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോ കർമ്മത്തിന്റെയും അർത്ഥം ആദ്യം പറയും, എന്നിട്ട് ആ കർമ്മത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു പിന്നെ മന്ത്രം വീണ്ടും പറയും. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. നമുക്ക് പിതൃകർമ്മത്തിലേക്ക് കടക്കാം. അത്യാവശ്യമായിട്ട് വേണ്ടത് പിതൃകർമ്മം ചെയ്യാൻ ഏതാണ്ട് 5 ഇഞ്ച് നീളം വരുന്ന ദർഭപുല്ലിന്റെ 3, 4, 5 കഷ്ണങ്ങള്, എള്ള്, അരി, വെളുത്ത പൂവ്, തുളസി, കറുക, പിതൃപുഷ്പം, ചെറുള എന്നറിയപ്പെടുന്ന പൂവ്, അതേപോലെ തന്നെ കുറച്ച് ചന്ദനം. ഇതാണ് സാധാരണഗതിയിൽ വേണ്ടത്. പിന്നെ ഒരു ഗ്ലാസ്, അതിലൊരു സ്പൂണ്, പഞ്ചപാത്രം എന്നാ അതിന് പറയാ. അങ്ങനെ പഞ്ചപാത്രം എന്ന് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെ. നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ തീർത്ഥം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പാത്രവും അതുപോലെയുള്ള അതിന് യോജിച്ച ഒരു സ്പൂണും. ഇതാണ് വേണ്ടത്. ഇനി അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് വിവരിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയാം. ആദ്യം തന്നെ വേണ്ടത് പിതൃകർമ്മം നമുക്ക് എവിടെ വേണമെങ്കിലും നടത്താം. അമ്പലത്തിൽ നടത്താം, ആൽമരത്തിന്റെ അടുത്ത് നടത്താം, കിണറിന്റെ അടുത്ത് നടത്താം, കുളത്തിന്റെ അടുത്ത് നടത്താം, നദിയുടെ അടുത്തും അതുപോലെ പുഴയുടെ അടുത്തും സമുദ്രത്തിന്റെ അടുത്തും എല്ലാം നടത്താം. എവിടെയാണോ നമുക്ക് സൗകര്യം അവിടെ നമുക്ക് ഇത് നടത്താം. ആദ്യമായിട്ട് പിതൃകർമ്മം നടത്താനായിട്ട് കുളിച്ചു വന്ന്, ഇനി കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അതനുസരിച്ചിട്ടുള്ള ക്ലീൻലിനെസ് കഴിഞ്ഞ് തെക്കോട്ട് മുഖമായിട്ടിരിക്കുക. വലത് സൈഡിൽ സാധിക്കുമെങ്കിൽ ഒരു വിളക്ക് കത്തിക്കുക. എന്നിട്ട് ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ഗണപതിയെയും ഗുരുവിനെയും വന്ദിക്കലാണ്. അതിന് ഓം ഗം ഗണപതയേ നമഃ എന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിക്കാം. ഗണപതിയുടെ ഏതെങ്കിലും സൂക്തമോ സ്തുതിയോ അറിയാമെങ്കിൽ അത് ചൊല്ലുക. ഗണപതിയുടെ സൂക്തം വേദത്തിന്റെ ഉണ്ട്. ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാമാനശൃണ്വന്നോതിഭിസീദസാധനം മഹാഗണപതയേ നമഃ. മനസ്സിൽ പ്രാർത്ഥിക്കാം, കൈകൂപ്പിട്ട് പ്രാർത്ഥിക്കാം. അതേപോലെ ഗുരുവിനെ പ്രാർത്ഥിക്കാം. LKG മുതൽക്ക് നമ്മൾ എത്ര പഠിച്ചോ അത്രയും പഠിപ്പിച്ച ഗുരുക്കന്മാരെല്ലാവരെയും കൂടി അതിൽ നമ്മളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തിയ ഗുരുവിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പ്രാർത്ഥിക്കാം. ഇനി മഹാസങ്കല്പം ചൊല്ലലാണ്.
ഞാൻ ആദ്യം അതിന്റെ അർത്ഥം പറഞ്ഞു തന്നുകൊണ്ട് വരികൾ ആലപിക്കാം. അതിനുശേഷം അത് ഒരിക്കൽ കൂടി ഞാൻ ചൊല്ലാം. നിങ്ങളിത് കേട്ടിട്ടാണ് പിതൃകർമ്മം നടത്തുന്നതെങ്കിൽ ഇപ്പോൾ ഈ അർത്ഥവും അതിന്റെ വരികളും കേൾക്കാനായിട്ട് നിൽക്കുക. എന്നിട്ട് മന്ത്രം പറയുമ്പോൾ കർമ്മം ചെയ്താൽ മതി. ഓം കൃഷ്ണ കൃഷ്ണ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹകൽപേ. പ്രപഞ്ച ചൈതന്യത്തിന്റെ ശക്തി കൊണ്ട് നിരന്തരം പ്രവർത്തിക്കുന്ന, ആ പ്രവർത്തിക്കുന്നതിൽ സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികളിൽ പ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവിന്റെ ആയുഷ്കാലമായ ഒരു കൽപ്പത്തില്, ആദ്യത്തെ ബ്രഹ്മാവിന്റെ ആദ്യത്തെ കൽപ്പത്തില് ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ, ആ കൽപ്പത്തിലെ രണ്ടാമത്തെ ഭാഗത്തില് ശ്വേതവരാഹ കൽപ്പേ. ഈ കൽപ്പത്തിന്റെ പേരാണ് ശ്വേതവരാഹ കൽപ്പം. കൽപ്പാന്ത കാലത്തോളം എന്ന് പറയുമ്പോൾ ശ്വേതവരാഹ കൽപ്പേ. വൈവസ്വത മന്വന്തരേ, ഈ മന്വന്തരത്തിന്റെ പേരാണ് വൈവസ്വത മന്വന്തരേ. അഷ്ടാവിംശതിതമേ, 28ാമത്തെ മഹായുഗത്തില്. ഒരു മഹായുഗം എന്ന് പറയുന്നത് 43,20,000 വർഷം. അപ്പോ അഷ്ടാവിംശതിതമേ കലിയുഗേ, ഈ കലിയുഗത്തില് പ്രഥമപാദേ, കലിയുഗത്തിന്റെ ആദ്യത്തെ ഭാഗത്തില്, ആദ്യത്തെ കാൽഭാഗത്തില് കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ, ഏഷ്യാ ഭൂഖണ്ഡത്തില് ഭാരതവർഷേ, ഭാരതം എന്ന ദേശത്തില് ഭരതഖണ്ഡേ, ഈ ഭാരതത്തിൽ 9 ഖണ്ഡമുള്ളതില് ഭരതഖണ്ഡം എന്ന് പറയുന്ന പ്രദേശത്ത് മേരോഹോ ദക്ഷിണേ പാർശ്വേ, ആർട്ടിക് ഓഷ്യന്റെ തെക്ക് വശത്ത് ദണ്ഡകാരണ്യേ, ദണ്ഡകാരണ്യം എന്ന് പറയുന്ന പ്രദേശത്ത് ദണ്ഡകാരണ്യേ വൈവസ്വതമനന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹോ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരേ, ഗോദാവരി നദിയുടെ തെക്ക് വശത്ത് ശാലീവാഹന ശകേ, ശാലീവാഹനൻ എന്ന ഋഷി അല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ശകവർഷത്തിലെ ശാലീവാഹന ശകേ ബൗദ്ധാവതാരേ, ശ്രീബുദ്ധന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഭാരതത്തില് പരശുരാമക്ഷേത്രേ, പരശുരാമക്ഷേത്രം വെച്ചാൽ കേരളത്തില്. ഈ കർമ്മം ചെയ്യുന്നവര് തമിഴ്നാട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ പരശുരാമക്ഷേത്ര എന്നുള്ളതിന് പകരം രാമക്ഷേത്ര എന്ന് പറയണം. കർണാടകത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഭാസ്കര ക്ഷേത്ര എന്ന് പറയണം. ആന്ധ്രാപ്രദേശത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ശ്രീനിവാസ ക്ഷേത്ര എന്ന് പറയണം. ഒറീസയിലാണ് ചെയ്യുന്നതെങ്കിൽ ജഗന്നാഥ ക്ഷേത്ര എന്ന് പറയണം. മഹാരാഷ്ട്രയിലാണെങ്കിൽ സൗരാഷ്ട്ര ക്ഷേത്ര എന്ന് പറയണം. ഗുജറാത്തിലാണെങ്കിൽ ഗുർജരദേശ എന്ന് പറയണം. മധ്യപ്രദേശിലാണെങ്കിൽ മധ്യദേശ എന്ന് പറയണം. ബംഗാളിലാണെങ്കിൽ ബംഗദേശ എന്ന് പറയണം. ഭാരതത്തിന് പുറത്താണെങ്കിൽ നമ്മൾ ഭാരതത്തിലാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ഇമാജിൻ ചെയ്തിട്ട് നല്ലോണം സങ്കല്പിച്ച് കേരളത്തിന്റെ തന്നെ ചൊല്ലാം. അതല്ല ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലണ്ട് ദേശീയ പറയാം, അമേരിക്ക ദേശീയ പറയാം, റഷ്യ ദേശീയ പറയാം, നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്. അപ്പൊ പരശുരാമക്ഷേത്രേ അസ്മിൻ വർഷേ, ഈ വർഷത്തില് വ്യാവഹാരികമായിട്ട് കാലനിർണയത്തിന് ഉപയോഗിക്കുന്ന ഹേ വേളമ്പി നാമ സംവത്സരേ, ഈ 60 വർഷങ്ങളുള്ളതില് ഹേ വേളമ്പി എന്നൊരു സംവത്സരമാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മ സംവത്സരസ്യ ദക്ഷിണായനേ, ദക്ഷിണായനത്തില് കർക്കിടകേ അർഘ്യേ, സൂര്യൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. ശ്രാവണമാസേ, കർക്കിടകേ അർഘ്യേ ശ്രാവണമാസേ, ശ്രാവണമാസത്തില് കൃഷ്ണപക്ഷേ അമാവാസ്യാം പുണ്യതിഥൗ മമ, ഈ അമാവാസ്യ എന്ന പുണ്യതിഥിയില് മമ എന്റെ വംശദ്വയ, അച്ഛന്റെയും അമ്മയുടെയും 2 വംശത്തില് ഉഭയകുല, 2 കുലത്തിലുള്ള പിതൃസ്മരണ, പിതൃബലി, പിതൃകർമാഖ്യം കർമ്മ കരിഷ്യേ. ഇതാണ് അർത്ഥം. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കേരളത്തില് അല്ലെങ്കിൽ ഭാരതത്തില് അല്ലെങ്കിൽ ഒരു ദേശത്തിരുന്നു കൊണ്ട് ഈ കൽപ്പത്തിലെ 2ാമത്തെ ഭാഗത്തില് വൈവസ്വത മന്വന്തരത്തില് 28ാമത്തെ മഹായുഗത്തില് കലിയുഗത്തില് ആദ്യ ഭാഗത്തില് നമ്മള് ഈ ഹേവേളമ്പി എന്ന് പറയുന്ന സംവത്സരത്തില് ദക്ഷിണായനത്തില് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നു. ഞാൻ ഈ കർമ്മം ചെയ്യുന്നു. ഇനി ആ മന്ത്രം ഞാൻ ഒരുമിച്ച് പറയാം. അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓം, അത് നിങ്ങൾ പറയണം. ഓം കൃഷ്ണ കൃഷ്ണ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹകൽപേ വൈവസ്വത മന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ
ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോः ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാः ദക്ഷിണേ തീരെ ശാലീവാഹനശകേ ബൗദ്ധാവതാരേ പരശുരാമക്ഷേത്രേ അസ്മിൻ വർഷേ വർത്തമാനേ വ്യാവഹാരികേ ഹേയവേളംബി നാമ സംവത്സരസ്യ ദക്ഷിണായനേ കർക്കിടകേ അർഘ്യേ ശ്രാവണമാസേ അമാവാസ്യാം പുണ്യതിഥൗ മമ വംശദ്വയ ഉഭയകുല പിതൃസ്മരണ പിതൃകർമാഖ്യം കർമ്മ കരിഷ്യേ. ഗ്ലാസ്സിലുള്ള ആ സ്പൂണിൽ നിന്ന് ഇടത്തെ കയ്യിൽ വെള്ളമെടുത്ത് വടത്തെ കയ്യിലൂടെ താഴത്തേക്ക് ഒഴിക്കാം. ഇതിനെ മഹാസങ്കല്പം എന്നാണ് പറയുക. ഇനി നമ്മൾ പിതൃകർമ്മത്തിലേക്ക് അടക്കാം. നമ്മുടെ തൊട്ടു മുമ്പിൽ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കുറച്ച് വെള്ളം ഈ ഗ്ലാസ്സിലെ സ്പൂൺ ഉപയോഗിച്ച് വലത്തേക്ക് ഒഴിച്ചിട്ട് തളിക്കുക. ആ വെള്ളം തളിക്കുമ്പോൾ ചൊല്ലാനുള്ള മന്ത്രമാണ് ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആ 7 നദികളിലെ വെള്ളം തളിച്ച് ആ പ്രദേശം ശുദ്ധമാക്കാം. ഇത് ഭാരതത്തിന്റെ ഐക്യത്തിന്റെ മന്ത്രവും കൂടിയാണ്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം എഴുതിയതല്ല. 10,3000 വർഷം ഭാരതത്തിലെ പവിത്ര നദികൾ ഭാരതം എങ്ങനെ ഐക്യത്തിലുണ്ടായിരുന്നു എന്ന് വിവരിക്കുന്ന ആ മന്ത്രം ചൊല്ലിയിട്ടാണ് വെള്ളം തളിച്ചത്. അത് കഴിഞ്ഞിട്ട് ദർഭപ്പുല്ല് 4, 5, 6 കഷ്ണം 4 ഇഞ്ച് 5 ഇഞ്ച് ഉയരമുള്ളത് അത് 2 കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഈ വെള്ളം തളിച്ച സ്ഥലത്ത് നമ്മൾ വെക്കണം. ആ ദർഭപ്പുല്ല് വെക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്. ഓം നിങ്ങൾ പറയണം. അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈതേ മോക്ഷദായക. അയോധ്യ മധുര മായ കാശി കാഞ്ചീപുരം അവന്തിക ഉജ്ജയിനി പുരി ദ്വാരാവതി ദ്വാരക പുരിയും ദ്വാരകം സപ്തൈതേ മോക്ഷദായക. ഈ 7 നഗരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക. ഈ ഒരു മന്ത്രം നമ്മൾ പറയുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ഏത് രാജ്യത്തിലിരുന്ന് നമ്മൾ ഈ കർമ്മം ചെയ്യുകയാണെങ്കിലും അത് കേരളമെന്നോ തമിഴ്നാടെന്നോ അല്ലെങ്കിൽ കർണാടക എന്നോ ഇംഗ്ലണ്ട് എന്നോ റഷ്യ എന്നോ വ്യത്യാസപ്പെടുത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സങ്കല്പം ഉള്ളത് കൊണ്ട് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ഇന്ന ദേശത്തിരുന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ വെള്ളം തളിച്ച് പീഠം വിരിച്ചു എന്നാ പറയാം. ദർഭപ്പുല്ലിന്റെ പീഠം വിരിച്ചു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആദിപിതൃക്കളെ ആവാഹിക്കല്. ആദിപിതൃക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ അമ്മ, അവരുടെ അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, 3 തലമുറയാണ് മൂലപിതൃക്കൾ എന്ന് പറയാം. മൂലപിതൃക്കൾക്കപ്പുറത്ത് 4ാമത്തെ തലമുറയ്ക്ക് അപ്പുറത്ത് അനന്തമായി കിടക്കുന്ന നമ്മുടെ പൂർവികരുണ്ട്. അവർ ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുനർജന്മം ലഭിച്ചിട്ട് പോയിട്ടുണ്ടാവും. രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അവരെ സ്വാഗതം ചെയ്യുന്നു. എന്താ യഥാർത്ഥത്തിൽ പിതൃപൂജ എന്ന് പറയുന്നത്? നമ്മളൊരു അതിഥിയെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരോട് സംസാരിച്ച് അവരോട് ആരാധിക്കുന്ന വിധത്തിൽ സംസാരിച്ച് അവരെ തിരിച്ചയക്കുന്ന പോലെയാണ് ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ പൂർവ്വപിതാമഹന്മാരുടെ ആത്മാവിനെ സാങ്കല്പികമായിട്ട് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് ഈ ദർഭപ്പുല്ലിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ അവരെ പൂജ നടത്തി നമ്മൾ അവർക്ക് എല്ലാ വിധത്തിലുള്ളതും കൊടുത്ത് അവരെ തിരിച്ചയക്കുന്നതാണ് പിതൃപൂജ. അപ്പൊ ആദിപിതൃക്കൾ എന്ന് പറയുന്നത് 4ാമത്തെ ജനറേഷന്റെ ബാക്കിലേക്കുള്ളത് ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അവരെ ആവാഹിക്കുന്നത് എങ്ങനെയാണ്? കയ്യിൽ കുറച്ച് എള്ള് എടുക്കാം, തുളസി എടുക്കാം, ചന്ദനമെടുക്കാം, അങ്ങനെ ഇത്രയും കറുകയും എടുക്കാം. കറുകപ്പുല്ല് എടുത്തിട്ട് 2 കൈയിലേക്ക് എടുത്തിട്ട് നമ്മുടെ തോളിന്റെ മുകളത്ത് പിടിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് ആവാഹിക്കുക. എന്നിട്ട് ആവാഹിക്കാനുള്ള മന്ത്രം എന്താണ്? കൈ ഉയർത്തി പിടിച്ചുകൊണ്ടേ തന്നെ ഇരിക്കണം. വസു രുദ്ര ആദിത്യസ്വരൂപാൻ മമ വംശദ്വയ ഉഭയകുല പിതൃൻ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ചാമൂലേ സ്ഥാപയാമി പൂജയാമി. ഇതൊരു കർമ്മമന്ത്രമാണ്. വസുരുദ്ര ആദിത്യ 3 രൂപത്തിലുള്ള തലമുറകളിലുള്ള ആദിപിതൃൻ അവരെ ധ്യാനിക്കുന്നു. എന്നിട്ട് ധ്യാനിച്ച് എന്റെ മനസ്സിൽ അവരുടെ രൂപഭാവങ്ങളൊന്നും ലഭിക്കാനില്ല, കാരണം അവരെ നമ്മൾ കണ്ടിട്ടില്ല. ധ്യാനിച്ച് ഈ
എള്ളില് അവരെ ആവാഹിക്കാന്ന് വെച്ചാൽ കൊണ്ടുവരിക എന്നർത്ഥം. ആവാഹിച്ച് ഈ ദർഭപ്പുല്ലിന്റെ ചുവട്ടില് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ എന്താണ്? വസു രുദ്ര ആദിത്യ സ്വരൂപാൻ മമ വംശദ്വയ ഉഭയകുല പിതൃൻ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ചാമൂലേ സ്ഥാപയാമി പൂജയാമി. ഈ കൂർച്ചയുടെ ദർഭപ്പുല്ലിന്റെ ചുവട്ടിൽ വെച്ചിട്ട് ഞാൻ പൂജിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം ഈ സ്പൂണിൽ ഇടത്തെ കയ്യിൽ വെള്ളം എടുത്ത് വലത്തെ കയ്യിലൂടെ ഒഴിക്കുക. 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. 3 പ്രാവശ്യം എള്ളിടുക. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത്. എല്ലാ കർമ്മങ്ങളും ഈ ഓം നമോ നാരായണായ. എന്ത് ഈ നാരായണ എന്ന വാക്കിന്റെ അർത്ഥം? ഈ പ്രപഞ്ചത്തെ കറക്കി അയനം ചെയ്യുന്ന, നരത്തെ അയനം ചെയ്യുന്നതാരോ അതാണ് നാരായണൻ. ഈ പ്രപഞ്ചത്തെ നിരന്തരം കൺട്രോൾ ചെയ്യുന്ന ശക്തിയുടെ പേരാണ് നാരായണൻ എന്നുള്ളത്. ഇനി 3 പ്രാവശ്യം വെള്ളം കൊടുത്തു, 3 പ്രാവശ്യം നമ്മൾ പൂവിട്ടു, 3 പ്രാവശ്യം ചന്ദനം തൊടുക. ഒരു തുളസി എടുത്ത് ചന്ദനമെടുത്ത് അതിലേക്ക് 1 പ്രാവശ്യം ഇട്ടാലും മതി. വീണ്ടും 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. അപ്പോ ആദി പിതൃക്കളെ വിളിച്ചു വരുത്തിയിട്ട് ദർഭപ്പുല്ലിന്റെ ചുവട്ടില് പ്രതിഷ്ഠിച്ചിട്ട് അവർക്ക് നമ്മൾ ഭംഗിയായിട്ട് പൂജ നടത്തി. ഇനി മൂലപിതൃക്കളെ നമ്മൾ ആവാഹിക്കണം. നമ്മുടെ അച്ഛനമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മ അവരാണ് നമ്മളെ യഥാർത്ഥത്തില് ഏറ്റവും അടുത്ത് ബന്ധമുള്ളവര്. അപ്പൊ അവരുടെ മുഖഭാവമൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് മൂലപിതൃൻ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ചാമധ്യേ സ്ഥാപയാമി പൂജയാമി. മൂലപിതൃക്കളെ ഞാൻ ധ്യാനിക്കുന്നു, അവരെ ഞാൻ ആവാഹിക്കുന്നു, ഈ കൂർച്ചയുടെ നടുക്ക് ഞാൻ അവരെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയണം. അതിനെന്തായാലും മുമ്പ് എന്താ ചെയ്യേണ്ടത്? കുറച്ച് അരിയെടുക്കുക, എള്ളെടുക്കുക, തുളസി, ചന്ദനം, ചെറുള അല്ലെങ്കിൽ ബലിപുഷ്പം ഇതെടുത്ത് തോളിന്റെ താഴെ പിടിച്ച്, നേരത്തെ മുകളിൽ പിടിച്ചു, താഴെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ആ മന്ത്രം ചൊല്ലി മൂലപിതൃൻ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ചാമധ്യേ സ്ഥാപയാമി പൂജയാമി എന്ന് പറഞ്ഞ് 2 കയ്യിലുള്ളതും വലത്തെ കയ്യിലാക്കി. നേരത്തെയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് വലത്തെ കയ്യിൽ വെച്ച് ദർഭപ്പുല്ലിന്റെ നടുക്ക് വെക്കാം. എന്നിട്ട് വീണ്ടും 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. 3 പ്രാവശ്യം തുളസിയിടുക, 3 പ്രാവശ്യം കറുകയിടുക, ഒരു ചന്ദനത്തിന്റെ ഒരു ബിറ്റ് നമ്മൾ തുളസിയിൽ തൊട്ടിടുക, 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. അപ്പൊ മൂലപിതൃക്കളെയും നമ്മൾ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട മന്ത്രം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭാരതീയ പൈതൃകം ലോകമെമ്പാടും എത്തിച്ച ഋഷീശ്വരന്മാരെ, യോഗീശ്വരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന മഹാചൈതന്യമേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം. ഇപ്പൊ എന്താ മന്ത്രം? ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. എന്നിട്ട് അടുത്ത വരി ശരിക്ക് തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ പ്രാർത്ഥയാമി പ്രസീതമേ. എള്ള് ഉപയോഗിച്ചിട്ടുള്ള എള്ളിന്റെ വെള്ളം, തിലോദകം ച പിണ്ഡം ച, ചോറുകൊണ്ടുണ്ടാക്കുന്ന പിണ്ഡം, തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ, പിതൃക്കൾക്ക് സംതൃപ്തി ഉണ്ടാകാനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥയാമി ഭക്ത്യാ സമർപ്പയാമി, ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു. പ്രസീതമേ, അത് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. ഇത് പ്രാർത്ഥനയാണ്. അപ്പോ തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ പ്രാർത്ഥയാമി പ്രസീതമേ. ഇത് പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പിണ്ഡകർമ്മത്തിലേക്ക് പോവാം. ഇങ്ങനെ കുറച്ച് ചോറ്, വെച്ചിരിക്കുന്ന ചോറ് മുഴുവൻ എടുക്കണ്ട, കുറച്ച് ചോറ്, 2/3 ഭാഗം ചോറ് വലത്തെ കയ്യിലെടുത്ത്
നമ്മൾ പ്രാർത്ഥിക്കാം. എന്താണ് പ്രാർത്ഥിക്കുക അറിയോ? അബ്രഹ്മണോ യേ പിതൃവംശജാത. നിങ്ങളിപ്പോ ഒന്നും ചെയ്യണ്ട, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അബ്രഹ്മണോ യേ പിതൃവംശജാത, ഈ പ്രപഞ്ചത്തില് എന്റെ പിതൃക്കളുടെ വംശത്തിൽ ജനിച്ചവര്. മാതുസ്തദാ വംശഭവാമദീയ, അച്ഛന്റെ വംശത്തിൽ ജനിച്ചത്, അതുപോലെ അമ്മയുടെ വംശത്തിൽ ജനിച്ചവര്. വംശദ്വയേസ്മിൻ മമ ദാസഭൂത, ഇവരുടെ രണ്ടുപേരുടെയും വംശത്തില് 2 തലമുറ പുറകില് വരെ ഇവരെയും ഞങ്ങളെയും സഹായിക്കാൻ ആയിട്ട് ജനിച്ച ദാസന്മാർ, സർവന്റ്. ആദ്യം വരുന്നത് സർവന്റിനാ. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമ്മളെ സഹായിച്ച ദാസന്മാർക്കാണ്. അപ്പോ ഈ പിതൃകർമ്മം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല, അത്ര വലിപ്പത്തോടുകൂടി അത് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തിരിക്കുന്നു. വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച, എന്റെ ഭൃത്യന്മാരായിട്ട് ഞാൻ വന്നവരെ, ഞാൻ ആശ്രയിച്ചവര്, എന്നെ ആശ്രയിച്ച് ജീവിച്ചവര്. ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച, സേവകന്മാരായിട്ട് എന്നെ സഹായിച്ചവര്. അപ്പോ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ, എന്റെ സുഹൃത്തുക്കള്, എന്റെ മിത്രങ്ങള്, ഏതെല്ലാം ചെടികളുടെ ഇല, പൂവ്, കായ, ഏതെല്ലാം മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടാണോ ഞാൻ ജീവിച്ചത്, ആ സുഹൃത്തുക്കൾക്കും മിത്രങ്ങൾക്കും ചെടികൾക്കും അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്കും മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര്, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവര്. ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി, ജന്മജന്മാന്തരത്തില് എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ ഈ പിണ്ടബലി കൊടുക്കുന്നു. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ല പിണ്ടകർമ്മം നടത്താം. ഇനി കയ്യില് ആ ചോറ് പിടിച്ച് ഉണ്ടയാക്കിയിട്ട്, 2 കൈ കൊണ്ട് ഉണ്ടയാക്കണമെങ്കിൽ ഉണ്ടയാക്കിയിട്ട് പിണ്ടം, ആത്മാവിനെ ആദ്യം വിളിച്ചു വരുത്തി എന്നിട്ട് ശരീരം കൊടുക്കലാണ് ശരിക്കും പിണ്ട സമർപ്പണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ മന്ത്രം ഒന്നുകൂടി പറയാം, അത് കേട്ട് നിങ്ങൾ ചോറ് ഉരുണ്ടയാക്കി വെച്ചിട്ട് നടുക്ക് വെക്കണം. അബ്രഹ്മണോ യേ പിതൃവംശജാതാ മാതുസ്തദാ വംശഭവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി. ആ പിണ്ടത്തെ ദർഭപ്പുല്ലിന്റെ നടുക്ക് വയ്ക്കാം. ഇനി നമ്മള് ആ പിണ്ട പൂജ നടത്തുന്നതിന് മുമ്പ് ബലിഹരണം നടത്താം. പിതൃബലി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പിണ്ടം വെച്ചു, ഇനി പിതൃബലി നടത്തണം. അതെന്താ വെച്ചാൽ ബാക്കി ചോറ് 1/3 ഭാഗം ചോറെടുത്ത് ഈ പിണ്ടത്തിന്റെ ചുറ്റും ഇങ്ങനെ വിതരണം. അതിങ്ങനെ വിതരണം, ശരിക്കും ഓണത്തിന് പൂവിടുന്ന മാതിരി തന്നെ അത് വിതരണം. അപ്പോ ശരിക്ക് ആദ്യത്തെ മന്ത്രം നമ്മൾ ചൊല്ലിയത് അബ്രഹ്മണോ യേ പിതൃവംശജാതാ മാതുസ്തദാ വംശഭവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂതാ ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി. ഇനി അടുത്തത്, ഈ പിണ്ടത്തിൽ ബാക്കിയുള്ള ചോറ് വിതറുമ്പോ പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കാണ്. മാതൃവംശേ മൃതായേശ്ച, അമ്മയുടെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവര്. പിതൃവംശേ തദൈവച, അച്ഛന്റെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവര്. അപ്പോ മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരു ശ്വശുരബന്ധൂനാം ഏജാന്യേ ബാന്ധവാമൃത. LKG മുതൽക്ക് PhD വരെ നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്ക്, പിന്നെ ഭാര്യയുടെ വംശത്തിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ ഭർത്താവിന്റെ വംശത്തിൽ ജനിച്ചവർക്ക്, നമുക്ക് അറിഞ്ഞും അറിയാതെയും ജനിച്ച് ജീവിച്ച് മരിച്ച നമ്മുടെ ബന്ധുക്കൾക്ക്. അപ്പോ വളരെ ഭംഗിയായിട്ട് പറയുന്നത് ഓർമ്മിക്കുക. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരു ശുശുരബന്ധൂനാം യേജാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ഡാഹ, എന്റെ കുലത്തില് പിണ്ഡം മരിച്ചവര്. പുത്രധാര വിവർജിത, ഭാര്യയും മക്കളുമില്ലാതെ ജീവിച്ച് മരിച്ചവര്. ക്രിയാലോപഹതാശ്ചൈവ, ഇതുമാതിരിയുള്ള പിതൃകർമ്മത്തിൽ വിശ്വാസമില്ലാതെ ജീവിച്ച് മരിച്ചവര്. ജാത്യന്ത പങ്കവസ്തത, ജന്മനാൽ അംഗവൈകല്യം വന്ന് ജീവിച്ച് മരിച്ചവര്. വിരൂപ ആമഗർഭാശ്ച, വിരൂപന്മാരായി ജനിച്ച് മരിച്ചവര്. ആമഗർഭാശ്ച, എന്റെ കുലത്തിൽ ഗർഭമലസി മരിച്ചവര്.
വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ അജ്ഞാതാകുലേ മമ, എനിക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായി എന്റെ കുലത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവർക്കെല്ലാവർക്കും ഭൂമൗ ദത്തേന ബലിന, ഈ ഭൂമിയില് മണ്ണില് നിലത്ത് കൊടുക്കുന്ന ഈ പിതൃബലി കൊണ്ട് തൃപ്തായാന്തു പരാം ഗതിം, അവർക്ക് തൃപ്തി ഉണ്ടാവട്ടെ. ഇതാണ് പിതൃബലി എന്ന് പറയുന്നത്. ബാക്കി ചോറെടുത്ത് ഇനി ഞാൻ ആ മന്ത്രം പറയാം, നിങ്ങളത് കേട്ട് ചുറ്റും വിതറണം. അപ്പോ മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരുശുശുരബന്ധൂനാം ഹീചാന്യേ ബാന്ധവാമൃതാ ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാരവിഭർജിതാ ക്രിയാലോപഹതാശ്ചൈവ ജാത്യന്താഭംഗവസ്തദാ വിരൂപാ ആമഗർഭാശ്ച ജ്ഞാതാജ്ഞാതാ കുലേ മമ ഭൂമൗ ദത്തേന ബലിനാ തൃപ്തായാന്തു പരാം ഗതിം. അടുത്തത് 7 കോണ്ടിനെന്റുകളിൽ ജീവിക്കുന്ന സർവചരാചരങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണീനാമുദകം ദത്തം അക്ഷയ്യമുപതിഷ്ഠതോ. 7 കോണ്ടിനെന്റുകളിൽ ജീവിക്കുന്ന സർവചരാചരങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ആ പിണ്ടത്തിന് സമർപ്പിക്കാം. അപ്പോ പിണ്ടകർമ്മം കഴിഞ്ഞു. ഇനി കൈകൂപ്പി നമ്മൾ പ്രാർത്ഥിക്കാൻ വളരെ ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നു. ത ആഗാമന്തു ത ഇഹശ്രൂവന്തു അതിബ്രൂവന്തു തേ അവന്ത്വസ്മാൻ ആച്യാജാനൂ ദക്ഷിണതോ നിഷേധ്യേമം യജ്ഞമഭിഗൃണീഹ വിശ്വേ മാഹിം ശിഷ്ടപിതര കേന ചിന്നോ യദ്ദ ആഗ പുരുഷതാകരാമാ ആസീനാസോ അരുണീനാമുപസ്തേരയും ദത്തദാശുഷേ മർത്യായ പുത്രേഭ്യ പിതരസ്തസ്യ വസ്വപ്രയച്ഛത ത ഇഹോർജം ദദാദാ. ഇത് വേദമന്ത്ര. പറയാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കേട്ടാൽ മാത്രം മതി. അതിന്റെ അർത്ഥം ഇതാണ്: അല്ലയോ പിതൃക്കളെ, ഞാൻ ഇതാ പിതൃബലി ഇവിടെ നൽകിയിരിക്കുന്നു, നിങ്ങളിവിടെ വന്നിരിക്കുന്നു. ഈ പിതൃകർമ്മം നടത്തുന്ന പിണ്ടത്തിന്റെ വലത് സൈഡില് മുട്ടുമടക്കി നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാം, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങൾ ധന്യരായി ജീവിച്ചവരാണ്, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ഞങ്ങളിൽ ചെറിയ ചെറിയ തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റുകൾ നിങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണം. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മർത്യായ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾ ഞങ്ങൾക്കായിട്ട് ചൊരിയണം. ഈ പ്രവൃത്തി ഏറ്റെടുക്കാനുള്ള ഊർജം ദദാതു, ആ ഊർജം ഞങ്ങൾക്ക് തന്ന് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൊ മന്ത്രം ഒന്നുകൂടി കേൾക്കാം. ത ആഗാമന്തു ത ഇഹശ്രൂവന്തു അതിബ്രൂവന്തു തേവന്ത്വസ്മാൻ ആച്യാജാനോ ദക്ഷിണതോ നിഷേധ്യേമം യജ്ഞമഭിഗൃണീഹ വിശ്വേ മാഹിം ശിഷ്ടപിതരക്കേന ചിന്നോ യദ്ദ ആഗ പുരുഷതാകരാമാ ആസീനാസോരുണീനാമുപസ്തേരയും ദത്തദാശുഷേ മർത്യായ പുത്രേഭ്യ പിതരസ്തസ്യ വസ്വ ഇഹോർജം ദദാദ. പുത്രന്മാരായ ഞങ്ങൾക്ക് മാനവരാശിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജം നൽകുക. അടുത്തത് സ്പൂണിലെ വെള്ളം കയ്യിലെടുത്ത് പാല് നമ്മൾ പിണ്ടത്തിൽ ഒഴിക്കുന്നു എന്ന് സങ്കല്പിച്ച് അടുത്ത വേദമന്ത്രം പറയാം. സ്വാദുഷം സദപിതരോപയോദാഹ. ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് പറയാം, ഓരോ ഡ്രോപ്പ് മതി. സ്വാദുഷം സദപിതരോപയോദാഹ കൃച്ഛ്രേ ശ്രിതശക്തിവന്തോ ഗഭീരാഹ ചിത്രസേന ഇഷുബല അമൃദ്ര സതോ വീരാ ഉരവോ വ്രാതസാഹ. അല്ലയോ പിതൃക്കളെ, ഈ ജലം പാലുപോലെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ വീരന്മാരാണ്, നിങ്ങൾ ശൂരന്മാരാണ്, നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങൾ വ്രതം പോലെ ജീവിതം അനുഷ്ഠിച്ചവരാണ്, നിങ്ങൾ രാഷ്ട്രത്തിനു വേണ്ടി സൈന്യത്തിൽ ചേർന്നവരാണ്, അസ്ത്രങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിച്ചവരാണ്, നിങ്ങൾ വീരന്മാരാണ്. വ്രാതസാഹ, വ്രതത്തിന്റെ ചൈതന്യമുള്ളവരാണ്. നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് നന്മ വരുത്തുക. ആ മന്ത്രത്തിന്റെ അർത്ഥം ഒന്നുകൂടി നോക്കുക, ആ മന്ത്രത്തിന്റെ വരികൾ നോക്കുക. സ്വാദുഷം സദപിതരോപയോദാഹ കൃച്ഛ്രേ ശ്രിത ശക്തിവന്തോ. ശക്തിവന്തോ ഗംഭീര, നിങ്ങൾ ശക്തിമാന്മാരാണ്, ഗംഭീരമായിട്ട് ജീവിച്ചവരാണ്.
ഇത്രസേന, ചിത്രസേന, സൈന്യത്തിന്റെ ശക്തി നിങ്ങൾ ഉണ്ടാക്കിയവരാണ്. ഈശുബല, അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ്. അമൃദ്ധ, അമൃദ്ര, അമരത്വത്തെ പ്രാപിച്ചവരാണ്. വ്രതോ വ്രതസാഹ, വ്രതത്തിന്റെ ശുദ്ധിയോടുകൂടി ജീവിച്ചവരാണ്. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുക. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ. അത് സാധാരണ മന്ത്രമാണ്, അത് വേദമന്ത്രമല്ല. ഈശാന വിഷ്ണു കമലാസന കാർത്തികേയ വന്യത്രയാർക്ക നിശാചര ഗണേശ്വരാണാം ക്രൗഞ്ചാമരേന്ദ്ര കലശോദ്ഭവ കശ്യപാനാം പാദാന്നമാമി ശിരസാ പിതൃമുക്തിഹേതോ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരോടും സൂര്യചന്ദ്രന്മാരോടും സുബ്രഹ്മണ്യനോടും കാർത്തികേയനോടും ഗണപതിയോടും അതുപോലെ തന്നെ ശ്രീശുക ബ്രഹ്മർഷിയോടും കലശോദ്ഭവ കശ്യപ മഹർഷിയോടും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോടും ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതൃക്കൾക്ക് നന്മ വരുത്തേണമേ. അവര് പുനർജന്മം സ്വീകരിച്ചു എങ്കിൽ ഏത് ശരീരത്തിലാണോ അവരിയ്ക്കുന്നത് ആ ശരീരത്തിന്റെ ഉടമസ്ഥന് എന്നും നന്മ വരുത്തേണമേ. അവര് പുനർജനിച്ചിട്ടില്ല എങ്കിൽ ധന്യമായിട്ട് സ്വർഗാരോഹണം ചെയ്യാനായിട്ട് നന്മ നിറഞ്ഞ ആത്മാവിന് പൊസിഷൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പിതൃകർമ്മം കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പ്രകൃതി ശക്തിക്ക് തർപ്പണം കൊടുക്കാണ്. പ്രകൃതി ശക്തിക്ക് ഭാരതീയർ ആരാധിച്ചിരുന്ന ദേവത എന്ന് പറയുന്നത് പ്രകൃതി ശക്തിയാണ്. ആ പ്രകൃതിക്ക് നമ്മൾ ഓരോ ഡ്രോപ്പായിട്ട് വെള്ളം കൊടുക്കണം. ഇങ്ങനെ ഞാൻ പറയുന്ന മന്ത്രം അനുസരിച്ച് ഓരോ തുള്ളി പിണ്ടത്തിലേക്കല്ല, നിലത്തേക്കാണ് കൊടുക്കേണ്ടത്. ഇലയുണ്ടെങ്കിൽ ഇലയിലേക്ക് കൊടുക്കാം. ഓം അഗ്നിസ്തൃപ്യതോ വിഷ്ണുസ്തൃപ്യതോ, ഓരോ തൃപ്യതു പറയുമ്പോൾ വെള്ളം കൊടുക്കാം. ഓം അഗ്നിസ്തൃപ്യതോ വിഷ്ണുസ്തൃപ്യതോ ബ്രഹ്മാഹ തൃപ്യന്തോ വേദാഹ തൃപ്യന്തോ ദേവാഹ തൃപ്യന്തോ അഹോരാത്രാണി തൃപ്യന്തോ അന്തരിക്ഷം തൃപ്യന്തോ സമുദ്രാഹ തൃപ്യന്തോ നദ്യഃ തൃപ്യന്തോ പർവതാഹ തൃപ്യന്തോ ഗിരയഃ തൃപ്യന്തോ നാഗാഹ തൃപ്യന്തോ ഗാവഃ തൃപ്യന്തോ ക്ഷേത്ര ഔഷധി വനസ്പതി ഓഷധയഃ തൃപ്യന്തോ. നമ്മള് പ്രകൃതി ശക്തികൾക്ക് തർപ്പണം കൊടുത്തു കഴിഞ്ഞു. ഓരോ മന്ത്രം പറയുമ്പോൾ വെള്ളമൊഴിക്കാം. ഇനി ആചാര്യന്മാരായിട്ടുള്ള ഋഷിമാർക്കാണ് തർപ്പണം കൊടുക്കുക. ഈ 2 പ്രാവശ്യം കൊടുക്കണം, ഓരോ ഡ്രോപ്പ് വെച്ച്. ഓം ശതർച്ചിന തൃപ്യതോ തൃപ്യതോ ഓം ഗൃത്സമദഃ തൃപ്യതോ തൃപ്യതോ. വെള്ളമെടുത്ത് ഈ 2 പ്രാവശ്യം ഇത് കൊടുക്കാം. ഓം സനകഃ തൃപ്യതോ തൃപ്യതോ സനത്കുമാര തൃപ്യതോ തൃപ്യതോ സനന്ദന തൃപ്യതോ തൃപ്യതോ സനാതന തൃപ്യതോ തൃപ്യതോ. ഓം ജാനന്തി ബാഹവി ഗാർഗ്യ ഗൗതമ ബാബ്രവ്യ മാണ്ഡൂക്യ മാണ്ഡുകേയ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. 3 പ്രാവശ്യം കൊടുക്കണം. ഓം സുമന്തോ ജൈമിനി വൈശംഭായന സൂത്രകാര ഭാഷ്യകാര രാമായണ മഹാഭാരത ധർമാചാര്യാഃ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. ഇനി വേദമെഴുതിയ ഋഷിമാർക്കുള്ള തർപ്പണമാണ്. ഓം ആശ്വലായനം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. 3 പ്രാവശ്യം വെച്ച് കൊടുക്കണം. ഓം കഹോളം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ഓം ബൗദ്ധായനം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ഓം സാംഖ്യായനം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ഓം ശാകലം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ഓം ഭാഷ്കളം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ധാരാളം ഋഷിവര്യന്മാരുള്ളത് കൊണ്ട് എല്ലാവരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏ ചാന്യേ ആചാര്യാഃ തേ സർവേ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. മറ്റെല്ലാ ആചാര്യന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ സമർപ്പണം കൊടുക്കുന്നു. അപ്പൊ പ്രകൃതി ദേവതയ്ക്ക് നമ്മൾ തർപ്പണം കൊടുത്തു, ആചാര്യന്മാർക്ക് കൊടുത്തു, വേദമെഴുതിയ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാർക്ക് തർപ്പണം കൊടുത്തു. ഇനി നമ്മളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, അച്ഛൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അച്ഛനുള്ള തർപ്പണം പിതരം ദർപ്പയാമി. പതുക്കെ പറഞ്ഞിട്ട് കൊടുക്കണം. പിതരം ദർപ്പയാമി, അച്ഛന്റെ അച്ഛന്. പിതാമഹം ദർപ്പയാമി. ഓരോ ഡ്രോപ്പ് വെള്ളം കൊടുക്കാം. പിണ്ടത്തിലേക്കല്ല, ഇലയിലേക്ക്.
പിന്നെ അവരുടെ അച്ഛന് പ്രപിതാമഹം തർപ്പയാമി, അച്ഛന്റെ അമ്മയ്ക്ക് പിതാമഹീം തർപ്പയാമി, അവരുടെ അമ്മയ്ക്ക് പ്രപിതാമഹീം തർപ്പയാമി, അവരുടെ അമ്മയ്ക്ക് പിതൃപ്രപിതാമഹീം തർപ്പയാമി. അമ്മ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അമ്മയ്ക്ക് മാതരം തർപ്പയാമി, അമ്മയുടെ അച്ഛന് മാതാമഹം തർപ്പയാമി, അവരുടെ അച്ഛന് മാതൃപിതാമഹം തർപ്പയാമി, അമ്മയുടെ അമ്മയ്ക്ക് മാതാമഹീം തർപ്പയാമി, മാതൃപിതാമഹീം തർപ്പയാമി, മാതൃപ്രപിതാമഹീം തർപ്പയാമി. ഇനി അച്ഛന്റെ സഹോദരന്മാർക്ക് പിതൃഭ്രാതരം തർപ്പയാമി, അച്ഛന്റെ സഹോദരനാണ് പിതൃഭ്രാതരം തർപ്പയാമി. തത് പത്നീം തർപ്പയാമി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്. തത് പുത്രം തർപ്പയാമി, മക്കളുണ്ടെങ്കിൽ മക്കൾക്ക്. അച്ഛന്റെ സഹോദരിക്ക് പിതൃഭഗിനീം തർപ്പയാമി, അവരുടെ ഭർത്താവിന്. തത് ഭർത്താരം തർപ്പയാമി, അവരുടെ മക്കൾക്ക്. തത് പുത്രം തർപ്പയാമി. അമ്മയുടെ സഹോദരന്മാർക്ക് മാതുലം തർപ്പയാമി, തത് പത്നീം തർപ്പയാമി, തത് പുത്രം തർപ്പയാമി. അമ്മയുടെ സഹോദരിമാർക്ക് മാതൃഭഗിനീം തർപ്പയാമി, തത് ഭർത്താരം തർപ്പയാമി, തത് പുത്രം തർപ്പയാമി. അച്ഛന്റെയും അമ്മയുടെയും കഴിയും. ഇനി അവനവന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ, മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആത്മഭ്രാതരം തർപ്പയാമി, തത് പത്നീം തർപ്പയാമി. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. തത് പുത്രം തർപ്പയാമി, സഹോദരന്മാരുടെ ജ്യേഷ്ഠനായാലും വിരോധമില്ല, അനുജനായാലും വിരോധമില്ല, അവരുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് തർപ്പണം കൊടുത്തു. സഹോദരി ആത്മഭഗിനിയും തർപ്പയാമി, അവരുടെ ഭർത്താവ്. തത് ഭർത്താരം തർപ്പയാമി, തത് പുത്രം തർപ്പയാമി. അപ്പോ അവനവന്റെ സഹോദരി സഹോദരന്മാർ കഴിഞ്ഞു. അവനവന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മപത്നിയും തർപ്പയാമി, അവനവന്റെ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മപുത്രം തർപ്പയാമി, ഭർത്താവാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ ആത്മഭർത്താരം തർപ്പയാമി. അപ്പോ അവനവന്റെയും കഴിയും. ഇനി ഏ ചാന്യേ ബാന്ധവാഹ തേ സർവേ തൃപ്യന്തു തൃപ്യന്തു തൃപ്യന്തു. നമുക്കറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ധാരാളം ബന്ധുക്കളുണ്ട്. അവർക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിതൃതർപ്പണം കഴിഞ്ഞു. ഈ പിതൃതർപ്പണം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പിതൃകർമ്മം കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് പിണ്ടവിസർജനം എന്ന് പറയും. ഇനി പിണ്ടവിസർജനം നടത്താൻ ശരിക്ക് ആ പിണ്ടം കുറച്ച് മുമ്പോട്ട് നീക്കി വയ്ക്കാം. പിണ്ടത്തെ ഈ ദർഭപ്പുല്ലിൽ നിന്ന് മുമ്പോട്ട് വെച്ചിട്ട് പിണ്ടത്തിന്റെ ചുവട്ടിലുള്ള എള്ള അതെടുത്ത് മുകളിലേക്കിടാം. സ്വർഗം ഗച്ഛസ്വാം. ആ പിണ്ടത്തിന്റെ ചുവട്ടിലുള്ള എള്ളെടുത്ത് നേരെ മുകളിലേക്കിട്ട് സ്വർഗം ഗച്ഛസ്വാം പ്രാർത്ഥിക്കാം. എന്നിട്ട് ആ പിണ്ടവും ബാക്കി ദർഭപ്പുല്ലും എല്ലാം കൂടി ചേർത്ത് ആ ഇലയിലിടാം. എന്നിട്ട് നമ്മുടെ പിതൃകർമ്മം കഴിഞ്ഞു. കയ്യുകൂപ്പിയിട്ട് പ്രാർത്ഥിക്കാം. കായേന വാച മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധി ആത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇതൊക്കെ മനസ്സിലായല്ലോ. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വീക്ഷണം കൊണ്ടോ എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ശ്രമിക്കണമേ എന്ന് പറയുന്നു. പിതൃകർമ്മകാലേ മന്ത്ര തന്ത്ര സ്വര വർണ്ണ ലോഭ പ്രായശ്ചിത്താർത്ഥം നാമത്രയ ജപമഹം കരിഷ്യേ. ഈ പിണ്ടകർമ്മം ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് വാക്കുകൊണ്ടോ അക്ഷരം കൊണ്ടോ മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ 3 നാമം ഞാൻ ജപിക്കുന്നു. പിതൃകർമ്മകാലേ മന്ത്ര തന്ത്ര സ്വര വർണ്ണ ലോഭ പ്രായശ്ചിത്താർത്ഥം നാമത്രയ ജപം അഹം കരിഷ്യേ. അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ, നാരായണായ നമഃ. നമ്മൾ നമസ്കരിക്കാം. കഴിഞ്ഞു. പിതൃകർമ്മം കഴിഞ്ഞു. ഓർമ്മ വരികയാണെങ്കിൽ, സാധിക്കുമെങ്കിൽ, സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഇന്ന് വൈകുന്നേരം ഈ വർഷം ജൂലൈ മാസം 25-ാം തീയതി ഞായറാഴ്ചയാണ്. കർക്കിടകത്തിലെ കർത്തവാവ് ആ ഞായറാഴ്ച ദിവസം ചെയ്ത് വൈകുന്നേരം ഒരു 1/2 ഗ്ലാസ് പച്ചപ്പാലും 1/2 ഗ്ലാസ് വെള്ളവും വീടിന്റെ തെക്ക് വശത്ത് വെക്കാം. ഒരു സന്ധ്യയോടുകൂടി വെച്ചിട്ട്
ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അതെടുത്ത് കളയാം. അപ്പോ പിതൃകർമ്മം കഴിഞ്ഞു. ഞാൻ എല്ലാവരോടും നിങ്ങളോട് പറയുന്നു, ധന്യമായിട്ട് ഭാരതീയ പൈതൃകം പഠിക്കുക. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണ് നമ്മളുടേതായിട്ടുള്ള ചര്യകള്. ഒന്നും അന്ധവിശ്വാസമോ വെറും വിശ്വാസത്തിന്റെയോ പുറത്തല്ല. നമ്മളുടെ കുടുംബത്തില് നന്മകൾ വരുത്തുക, നമ്മുടെ മക്കളോട് ധന്യമായിട്ട് പെരുമാറുക. അവർക്ക് നല്ലൊരു ശരീരം കൊടുത്താൽ മാത്രം പോരാ, നല്ലൊരു മനസ്സും അവർക്ക് കൊടുക്കാം. നമ്മൾ നമ്മളുടെ അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറുന്നുവോ അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നത്. ആ അച്ഛനമ്മമാരോട് നമ്മൾ ഭക്തിയോടുകൂടി കാണിക്കുന്ന ഈ പിതൃകർമ്മം, അതിന്റെ അർത്ഥവും വ്യാപ്തിയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. മക്കളോട് സംസാരിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് സംസാരിക്കുക. ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ശാന്തമായിട്ട് സംസാരിക്കുക. അവർക്ക് നല്ല കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്, ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, ധർമ്മശാസ്ത്ര ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഓർമ്മിക്കുക. നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിന്റെ ഐശ്വര്യം, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും, അതുപോലെ നമ്മളുടെ സ്വർഗവും നരകവും എല്ലാം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നിർബന്ധമായിട്ടും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പല്ല് തേച്ച് നാക്ക് വടിച്ച് കുളിച്ച് 20 മിനിറ്റെങ്കിലും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക. ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആകാൻ ശ്രമിക്കുക. മദ്യം വീട്ടിൽ ഒഴിവാക്കാം. വീടില് ഐശ്വര്യം ഉണ്ടാക്കുന്നത് നമ്മളുടെ പെരുമാറ്റവും വീക്ഷണവുമാണ്. ഭാര്യാഭർത്തൃ ബന്ധം ദൃഢമാക്കാം. മക്കൾക്ക് അമ്മ ചോറുളമ്പി കൊടുക്കാം, ഭർത്താവിന് ഭാര്യ ചോറുളമ്പി കൊടുക്കാം. ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എത്ര കാലം മക്കൾക്ക് ചോറുളമ്പി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് അവസരമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എത്ര കാലം ഇവർ വിളമ്പിത്തരുന്നത് കഴിക്കാൻ മക്കൾക്ക് യോഗമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എത്ര കാലം സാധിക്കുന്നുവോ അത്രയും കാലം ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്, അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഓർമ്മിക്കുക. അതേപോലെ തന്നെ അരമണിക്കൂറെങ്കിലും മക്കളുടെ കൂട്ടത്തിൽ ചെലവഴിക്കുക. അവര് ഭക്ഷണം കഴിക്കുമ്പോൾ അരമണിക്കൂറല്ല, വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ അരമണിക്കൂർ. അവർക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോഴും അവർ ഊണ് കഴിക്കുമ്പോഴും അവർക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കുക. അവരെ അഭിനന്ദിക്കേണ്ട സ്ഥലത്ത് അഭിനന്ദിക്കുക, ആശ്വസിപ്പിക്കേണ്ട സ്ഥലത്ത് ആശ്വസിപ്പിക്കുക. അവരെ പോലെയുള്ള മക്കളെ കിട്ടിയത് മാതാപിതാക്കളുടെ പുണ്യമാണെന്ന് അവളോട് പറയുക. മക്കൾക്ക് തോന്നണം ഇതുപോലെയുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് പുണ്യമാണ് എന്ന്. ഹിന്ദു ധർമ്മം, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളെല്ലാം പൂർവീകര് ഹിന്ദുക്കളാണ്. ഈ നാടിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ് നിങ്ങളെല്ലാവരും എന്ന് ഓർമ്മിക്കുക. എത്രത്തോളം ഈ ധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമോ അത്രത്തോളം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൃത്യോർമാ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ളതാവട്ടെ. ഒരു പൈതൃക വിഷയമെങ്കിലും പഠിച്ച് സംഗീതമോ നൃത്തമോ മ്യൂസിക് ഇൻസ്ട്രുമെന്റോ നമ്മുടെ ക്ഷേത്ര കലകളോ സംസ്കൃതമോ കവിത രചനയോ പ്രസംഗിക്കാനോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളും പഠിച്ച് കഴിഞ്ഞ തലമുറ വരെ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി നമുക്ക് നേരത്തെ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കാം. ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാശക്തിക്കും ഈ ഭാരതീയ പൈതൃകം ഉണ്ടാക്കിയ യോഗീശ്വരന്മാർക്കും നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും അവരുടെ മാതാപിതാക്കളായ പിതൃക്കൾക്കും നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന മഹാചൈതന്യത്തിനും നിത്യവും പ്രണാമമർപ്പിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, നിങ്ങൾ ഭാരതത്തിന് വെളിയിലാണെങ്കിൽ നിങ്ങളുടെ കർമ്മഭൂമിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ.
ഭാരതത്തിന് പുറത്ത് ജീവിക്കുന്ന ഓരോരുത്തരും ഭാരതത്തിന്റെ അംബാസിഡർമാരെ പോലെ ജീവിക്കാൻ സാധിക്കട്ടെ. ഭാരതത്തിനകത്തും പുറത്തും ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കാരത്തിന്റെ വാഹകരാണ് നമ്മളെന്ന ഓർമ്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായിട്ട് പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഇലയിലുള്ള പിണ്ടത്തിന്റെ ബാക്കിയെല്ലാം അത് സമുദ്രത്തിലോ അല്ലെങ്കിൽ പുഴയിലോ അത് മലിനമാക്കാത്ത വിധത്തിൽ സംസ്കരിക്കുക, അല്ലെങ്കിൽ തെങ്ങിന്റെ കടയിലോ ആൽമരത്തിന്റെ ചുവട്ടിലോ എവിടെയെങ്കിലും കുഴി കുഴിച്ചിട്ടോ അതിനകത്ത് നിങ്ങൾക്കിട്ട് മൂടാവുന്നതാണ്. അങ്ങനെ ഒരു പിതൃകർമ്മം നിങ്ങൾ നടത്തി ഇന്നു മുതൽക്ക് ധന്യമായിട്ടുള്ള മാറ്റത്തിന്റെ ദിവസമായി തീരട്ടെ. നമ്മൾ ഓർമ്മിക്കുക, ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളും താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന പ്രവൃത്തി ഉണ്ടാവട്ടെ. പ്രണാമം. ഇത് കോപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക. ഈ പിതൃകർമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2-3 പ്രാവശ്യം ഇത് കേൾക്കുക. എളുപ്പത്തിൽ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഇത് ചെയ്യാൻ സാധിക്കട്ടെ. ചെറിയ ചെറിയ തെറ്റുകൾ വരും, സാരമില്ല. പിതൃകർമ്മം എന്ന് പറയുന്നത് വേദകർമ്മമല്ല, ധന്യമായിട്ടുള്ള കർമ്മമായ സ്ഥിതിക്ക് ചെറിയ തെറ്റുകളൊക്കെ വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കഴിയുന്നതും തെറ്റുകൾ വരാത്ത വിധത്തിൽ ചെയ്യാനായിട്ട് 2-3 പ്രാവശ്യം പിതൃകർമ്മത്തിന് മുമ്പിലത്തെ ദിവസം തന്നെ കേൾക്കുക. എന്നിട്ട് അത് ചെയ്യുന്ന മാതിരി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രണാമം. നമസ്കാരം.